ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബട്ടൂരയാണ്. പൊതുവേ ചോളെ ബട്ടൂര എന്നൊക്കെ പറയണത് നമ്മൾ ഹോട്ടൽസിലൊക്കെ പോയിട്ടാണ് കഴിക്കാറ് പതിവ്. പക്ഷേ അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയാലോ, അതും പെർഫെക്റ്റ് ആയിട്ടുള്ള ടെക്സ്ചർ, അതേ ടേസ്റ്റിലൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം, അതും ഹൈജീനിക്കായിട്ട്. കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും ക്ലിക്ക് ചെയ്ത് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ ബട്ടൂര ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് മൈദ തന്നെയാണ്. അത് ഞാൻ വലിയൊരു ബേസിനിൽ ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ റവയും ചേർക്കണം, പിന്നെ ബേക്കിംഗ് പൗഡർ, ഉപ്പ്, പഞ്ചസാര, എണ്ണ, നിങ്ങൾക്ക് എണ്ണയ്ക്ക് പകരമായിട്ട് നെയ്യും യൂസ് ചെയ്യാം, പിന്നെ കുറച്ച് തൈര്. അധികം പുളിക്കാത്ത തൈര് വേണം ഉപയോഗിക്കാനായിട്ട്. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം വളരെ ലൈറ്റായിട്ട്, അതായത് ലൂക്ക് വാം വാട്ടർ, എള്ളം ചൂടുവെള്ളത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. നല്ല ചൂടിൽ ഒരു കാരണവശാലും കുഴക്കരുത്. നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം. 2 കപ്പ് മൈദ എടുക്കുകയാണെങ്കിൽ ഏകദേശം 1-1.5 അകത്ത് വെള്ളം മതിയാവും. അത് മൈദ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ചില മൈദ നന്നായിട്ട് അബ്സോർബ് ചെയ്യും, ചിലത് അത്ര വേണ്ടി വരില്ല. 7-8 മിനിറ്റ് വരെ നന്നായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ ഞാൻ ഈ മാവിൽ ആകെ കൂടെ ചേർത്തിരിക്കുന്നത് 1 ടേബിൾ സ്പൂൺ എണ്ണയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതലായിട്ടും ചേർക്കാം. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് കവർ ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഒരു മൂടി കൊണ്ട് അടച്ചു വയ്ക്കാം. ഒരു 2 to 3 മണിക്കൂറെങ്കിലും മിനിമം ഇരിക്കണം റെസ്റ്റ് ചെയ്യാനായിട്ട്. തണുപ്പുള്ള സമയങ്ങളാണെങ്കിൽ മാവ് ഫെർമെൻറ്റ് ചെയ്ത് കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഒരു 7-8 മണിക്കൂറെങ്കിലും വെക്കേണ്ടി വരും. ഡിന്നർ ടൈം ആവാറായതുകൊണ്ട് ഞാനൊരു 2.5 മണിക്കൂറേ വെച്ചുള്ളൂ. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട് നമ്മുടെ മാവ്. കണ്ടില്ലേ? തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ നന്നായിട്ട് കുഴിഞ്ഞു പോവും. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മുടെ മാവിൻ്റെ ടെക്സ്ചർ അതേപോലെ ഇരിക്കണം. നമ്മൾ എങ്ങനെ അതിനെ റോൾ ചെയ്താലും അത് റോളാവണം. ഇനി ഈ മാവിന്ന് നമുക്ക് ഓരോ ഉരുളകളായിട്ട് എടുത്ത് പരത്തിയെടുക്കണം. നിങ്ങൾക്ക് എത്രയാണോ ബട്ടൂരയുടെ സൈസ് വേണ്ടത് അതിനനുസരിച്ച് വേണം ഉരുളകൾ എടുക്കാനായിട്ട്. ഇതേപോലെ നന്നായിട്ട് റോൾ ചെയ്യണം. പിന്നെ ഈ മാവിൽ ക്രാക്കോ അല്ലെങ്കിൽ കട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല സ്മൂത്തായിരിക്കണം. ബട്ടൂരയുടെ ഷേപ്പ് വന്നിട്ട് ഒന്നുകിൽ ഓവലായിരിക്കും അല്ലെങ്കിൽ റൗണ്ടായിരിക്കും. ഇതേപോലെ നമുക്ക് പരത്തിയെടുക്കണം. ഒരു കാരണവശാലും നമ്മൾ മൈദയോ അല്ലെങ്കിൽ ആട്ടയോ ഒന്നും പരത്താനായിട്ട് ഉപയോഗിക്കരുത്. അല്ലാതെ തന്നെ പരത്തിയെടുക്കണം. നല്ല ഈസി ആയിട്ട് നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഓരോ പ്രാവശ്യവും ബട്ടൂര എടുത്തിട്ട് ഞാൻ പരത്തിയെടുക്കണില്ല. ആ ചപ്പാത്തിയുടെ പലക തന്നെ എടുത്തിട്ടാണ് തിരിച്ചിട്ടാണ് ചെയ്യണത്. എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായി തോന്നിയത് ഇങ്ങനെയാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, ഈ ബട്ടൂര ഒരുപാട് തിന്നാവാനും പാടില്ല, ഒരുപാട് തിക്കാവാനും പാടില്ല. ഒരു മീഡിയം ലെവലിലായിരിക്കണം. ഞാൻ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ നല്ല ചൂടിലായിരിക്കണം. അത്രയും ചൂടില്ലെങ്കിൽ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരില്ല, പിന്നെ എണ്ണ കുടിക്കുകയും ചെയ്യും. ഞാൻ ബട്ടൂര എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു സൈഡായിട്ട് വേണം ഇടാനായിട്ട്. അതിനുശേഷം നമ്മൾ മിഡിൽ പോർഷൻ പ്രസ് ചെയ്ത് കൊടുക്കണ്ട, സൈഡിലേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പ്രസ് ചെയ്താൽ മതി. ഒരു വശം വെന്ത് കഴിഞ്ഞാൽ മറുവശം തിരിച്ചിടാം. ഈ നമ്മുടെ ബട്ടൂരയുടെ കളറ് പൂരി പോലത്തുള്ള ഡാർക്ക് കളറായിരിക്കില്ല, ലൈറ്റായിട്ടുള്ള കളറായിരിക്കും. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം. നല്ല ചൂടായിട്ടുണ്ടല്ലോ വിചാരിച്ച് തീ കുറച്ച് വെക്കരുത്. അങ്ങനെയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് വരില്ല. ഇത് കണ്ടില്ലേ, നമ്മുടെ ബട്ടൂര നല്ല ഫ്ലഫി ആയിട്ട് അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് മാറ്റാം. ഞാൻ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് ബട്ടൂര ഉണ്ടാക്കിയെടുക്കണത്. പിന്നെ നമ്മുടെ ഈ ബട്ടൂരയ്ക്ക് ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ല. എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുഴക്കണതിൻ്റെ രീതി, പിന്നെ പരത്തണതിൻ്റെ ആ തിക്നെസ്സിൻ്റെ ഒരു ലെവൽ, പിന്നെ നമ്മുടെ എണ്ണയുടെ ചൂട്, ഇത് മാത്രമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്.
അപ്പോൾ ഇനി ഹോട്ടൽസിലൊന്നും പോയി ഓർഡർ ചെയ്യാൻ നിൽക്കണ്ട, വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിക്കോളൂ. കുറച്ച് നേരമായി ഞാനിത് ചുട്ടു വെച്ചിട്ട്. ഉടനെ കഴിക്കുകയാണെങ്കിൽ പുറമെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിരിക്കും. എണ്ണയെ കുടിച്ചിട്ടില്ല നമ്മുടെ ഭട്ടൂര, കണ്ടില്ലേ? അപ്പോൾ ഭട്ടൂരയുടെ ബെസ്റ്റ് പെയർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോള തന്നെയാണ്. പേരിൽ തന്നെ ഉണ്ടല്ലോ ചോളെ ഭട്ടൂരെ. അപ്പോൾ നമ്മുടെ അടുത്ത റെസിപ്പി ചോളെ മസാലയാണ്, അതും പെട്ടെന്ന് ഉണ്ടാക്കണ പോലെ. അപ്പോൾ എല്ലാവരും മെഷർമെൻറ്റ്സൊക്കെ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് അതേപോലെ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് കിട്ടും. പിന്നെ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായം അറിയിക്കണം. പിന്നെ ഭട്ടൂരയുടെ ഒരു പിക്ചർ എടുത്തിട്ട് എൻ്റെ ഇമെയിൽ ഐഡിക്ക് അയച്ചു തന്നാൽ വളരെ സന്തോഷമാവും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.